ബീട്രൂട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ എളുപ്പം. അപ്പോൾ അരിഞ്ഞെടുത്ത ബീട്രൂട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഒരു ഉണക്കമുളക്, കരിവേപ്പില, അതിലേക്ക് നമ്മൾ അരിഞ്ഞ ബീട്രൂട്ട് ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നാളികേരം, പച്ചമുളക്, ജീരകം, ചെറിയ ജീരകം എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്കിതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളം കൂടി കലക്കി ഒഴിച്ച്, ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ചൂടുവെള്ളം ഇല്ലേ, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം അതായത് കുറുകി വേണമെങ്കിൽ ഇങ്ങനെ മതി. അതല്ല വെള്ളത്തോട് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം തിളച്ച് വരുമ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ മോര് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം. മോരിന് പൊടിയുള്ളതാണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം വരും. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നത് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. കട്ടിയായിട്ടുള്ള മോരാട്ടോ ഞാൻ ഒഴിക്കണത്. വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ തള വരുന്നതിന് മുമ്പ്, തിളച്ച് പൊങ്ങണതിന് മുമ്പ് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. സൂപ്പർ കൂട്ടാനാണ്.